ഹായ് ഫ്രണ്ട്സ്, KC കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പുതിന ചട്നി ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ വീടിൻ്റെ ബാൽക്കണിയിൽ പുതിനയുടെ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഇന്ന് വേഗം ചിക്കനൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നുള്ളു ജീരകം വേണം, നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ പുതിന വേണം, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു വെളുത്തുള്ളിയുടെ കഷ്ണം. ഈ ചട്നി നമുക്ക് ഗ്രില്ല് ചെയ്ത ഐറ്റംസിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഈ കുഴിമന്തിയോ അല്ലെങ്കിൽ വേറെ ബിരിയാണിക്ക് കുറച്ചുകൂടെ ഫ്ലേവർ കൂട്ടാനോ അങ്ങനെ പല കാര്യത്തിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് പുതിന ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൈരിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ അരച്ചെടുത്ത മിക്സർ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ തൈരിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം ഓരോന്നും വേണം എന്നുള്ളത് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആസ് യൂഷ്വൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള നമ്മുടെ പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഈ ചട്നി വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കൂ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.